അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട് പറയണം കേട്ടോ. ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് കൂടുതലും വരാനുണ്ടായ സാഹചര്യം. ഓക്കെ, ഇവിടെ ഉള്ളവർ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ സെയിൽസിൽ നിൽക്കുന്നവർ? വല്ലതും പറയാനുണ്ടോ? ഒന്നുമില്ല. എന്നാലും ടാറ്റ തന്നെ. നമസ്കാരം, ഹാപ്പി ഓണൈമസ് ചേർത്തലയിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ ചേർത്തലയിലുള്ള ഓരോരുത്തരുടെയും കാര്യങ്ങളും നമ്മളുടെ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. ഒന്ന് കാണിച്ചു കൊടുത്ത്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം മറ്റൊന്നുമല്ല, നമുക്ക് ഇവരുടെ ഓരോ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെയാണ്. പലരും എന്തൊക്കെയാണ് പറയുന്നത്, ചിലവരൊക്കെ ക്യാമറ കാണുമ്പോൾ തന്നെ ഓടിക്കളയും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഇത് കാണിക്കാത്തത്. കുറെ പേരുണ്ട് ക്യാമറയിൽ ഭയങ്കര ഷൈനസ് ആയിട്ട് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് ഈ ക്യാമറയോട് ഭയങ്കര അലർജിയാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക എന്നുള്ളത്. ഇപ്പൊ ഒരു കസ്റ്റമർ ഇറങ്ങി വരുന്നുണ്ട്. അല്ല, എന്തായാലും നമ്മൾ ഇവിടെ വന്ന ഒരു എക്സ്പീരിയൻസ് അറിയാം. ഇവിടെ ഉള്ളവരെങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ ഈ സെയിൽസിൽ നിൽക്കുന്നവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പെരുമാറ്റമായിരുന്നു, കുഴപ്പമൊന്നുമില്ല, സന്തോഷമാണ്, ഹാപ്പിയാണ്. താങ്ക് യു കേട്ടോ. ടാറ്റാ. മോൾക്ക് വല്ലതും പറയാനുണ്ടോ? ഒന്നുമില്ല. എന്നാലും ടാറ്റ തന്നെ. എങ്ങനെയായിരുന്നു ഇവിടെ വരാനുണ്ടായ സാഹചര്യം? എങ്ങനെയായിരുന്നു? ആരെങ്കിലും പറഞ്ഞിറങ്ങുകയാണോ, അല്ലെ സോഷ്യൽ മീഡിയ ഏതെങ്കിലും? ഏത് സോഷ്യൽ മീഡിയയിലായിരുന്നു? യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം? ഒരു വീഡിയോ ഉണ്ടായിരുന്ന? ഓക്കെ. കണ്ടായിരുന്നു, അന്ന് വരണമെന്ന് തോന്നിയതാ. കണ്ടാ, ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു കണ്ടില്ല. ഇപ്പൊ ഞാൻ ഓർക്കും എന്റെ വീഡിയോ കണ്ടിട്ടാണ്. അല്ല, സ്നേഹ മേഡത്തിന്റെ വീഡിയോ കണ്ടിട്ടല്ലേ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ്, നമുക്ക് ഓരോരുത്തരുടെ കാര്യങ്ങൾ അറിയണമല്ല, എങ്ങനെയാണ് ഇവിടെ വരാനുണ്ടായ സാഹചര്യം. എന്നിട്ട് വന്നതിന് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരെങ്ങനെയുണ്ട്? അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട് പറയണം കേട്ടോ. അല്ല, നമ്മൾ മാക്സിമം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയാണ്. നമ്മളിവിടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. ഇപ്പൊ 2 ദിവസം കഴിയുമ്പോൾ മേഡത്തിനെ വിളിക്കും. ഇവിടുന്ന് എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേഡത്തിനെ വിളിച്ചിട്ട് എന്തായിരുന്നു ഇവിടുത്തെ ഫീഡ്ബാക്ക്, എന്തായാലും ഇതിപ്പോ ഞാനിപ്പം നമ്മുടെ ഈ കണ്ടോണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ വഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ മേഡത്തിന് പേഴ്സണൽ ആയിട്ട് വിളിച്ചിട്ട് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ വന്നിട്ട് വല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തായിരുന്നു, എന്തെങ്കിലും കാരണങ്ങളൊക്കെ എന്തെങ്കിലും ആയിട്ടാണെങ്കിലും ചോദിക്കും. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല, അതെന്തായാലും ചോദിക്കും. ഇപ്പൊ നമ്മളിതിപ്പോ സോഷ്യൽ മീഡിയ വഴി അങ്ങനെ ഒന്നും ചെയ്ത വെറുതെ ചുമ്മാ ഞാനൊരു 2 ആഴ്ച കൂടുമ്പോ എന്തായാലും ഒരു റിവ്യൂ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ ചെയ്തതാണ്. കുഴപ്പമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല. എവിടുന്ന സ്ഥലം? എവിടെയായിരുന്നു? തങ്കിക്കോല. മേഡത്തിന്റെ പേര്? മേഡത്തിന്റെ പേര്? ശരി. അപ്പൊ താങ്ക് യു കേട്ടോ. ഇതൊന്നുമില്ല, നമ്മളിവിടെ വരാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ പോട്ടെ. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസ്? പരസ്യം കണ്ടിട്ട് വന്നതാണ്. പരസ്യം കണ്ടിട്ട് വന്നതാണ്. എങ്ങനെയാണ് പരസ്യം കാണാൻ? ലൈറ്റ് വെയിറ്റ് കൂടുതലും വരാനുണ്ടായ സാഹചര്യം. ഓക്കെ. എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ വന്നിട്ട് എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, സന്തോഷമാണ്. നമ്മുടെ ജൂലിയുടെ പേരൊന്നും പറയൂ? ഹാപ്പി വേൾഡ്. ഓക്കെ, താങ്ക് യു കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പറയാം? മലയാളം പറയുന്നത്? എവിടെയായിരുന്നു? ദുബായിലായിരുന്നു. ഓക്കെ, അത് ശരി. അപ്പൊ ഇതുപോലെയുള്ള വീണ്ടും വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ഹാപ്പി വേൾഡ് ടൈമസ് വീണ്ടും നമ്മൾ ഓരോ റിവ്യൂ കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വേഗം തന്നെ വീഡിയോ ഷെയർ ചെയ്തോ, കമന്റ് ചെയ്തോ. 3 റിംഗ് സമ്മാനമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വേഗം ഞായറാഴ്ച 3 റിംഗ് സമ്മാനത്തിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.